കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ ICMH ഓഫീസ് ഉപരോധിച്ചു. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് പ്രവർത്തകർ മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുദ്രാവാക്യവുമായി എത്തിയ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കി. ICMH ഓഫീസിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. ഫാത്തിമ തഹ്ലിയ, സി ജാഫർ സാദിഖ്, സിജിത് ഖാൻ, ഷഫീഖ് അരക്കിണർ, സിറാജ് ചിറ്റേടത്ത്, ഷൗക്കത്ത് വിരുപ്പിൽ, സാബിത് മായനാട്, മുസ്തഫ കൊട്ടാമ്പറമ്പ്, റാഷിദ് മായനാട്, സമീർ കല്ലായി, യൂനുസ് കോതി, അമീൻ വിരുപ്പിൽ, സിദ്ദിഖ് കുന്നമംഗലം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നമ്മളൊക്കെ വലിയ ഹീറോ പടങ്ങളിൽ കാണുന്ന പോലെ കൊട്ടേഷൻ സംഘം കൊടുത്താൽ കാലിനു പകരം കൈവെട്ടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അങ്ങനെ കൊട്ടേഷൻ സംഘത്തെ പോലെ ഉത്തരവാദിത്തമില്ലാത്ത ഡോക്ടർമാരാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ ഉള്ളതെങ്കിൽ അതിനു മറുപടി പറയേണ്ടത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ്. വർഷങ്ങളായി മാസങ്ങളായി ഇവിടെ സമരം ചെയ്യുന്ന അർഷിന എന്ന് പറയുന്നവരുടെ കഥ നമുക്കറിയാം. അവരുടെ വയറ്റിനകത്ത് വന്ന കത്രിക ഒരു സഹായവും ഗവൺമെൻറ് നൽകിയിട്ടില്ല. ഇന്ന് അവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്നും പിരിക്കാനാണ് അവർ തയ്യാറെടുത്തിരിക്കുന്നത്. നാളെ ഈ കുട്ടിക്ക് ഒരു പക്ഷേ സംസാരശേഷി നഷ്ടപ്പെട്ടാൽ ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കുമോ? ഇല്ല. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം പിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുള്ള ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പുറത്തു പോകുമ്പോൾ സാധാരണയായി ചുമതല കൊടുക്കാറുണ്ട്. ആർക്കാണ് ചുമതല? ഇത്തരത്തിലെ പോലീസും ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാം തോന്നിയ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കേരളമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 6ാമത്തെ വിരൽ നീക്കം ചെയ്യുന്നതിനായി 4 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ കയ്യിലെ വിരൽ നീക്കം ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർമാർ നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. അബദ്ധം തിരിച്ചറിഞ്ഞതോടെ കുട്ടിയുടെ കയ്യിലെ വിരൽ നീക്കം ചെയ്യുന്നതിനും ശസ്ത്രക്രിയ നടത്തി. സംഭവം പുറത്തു വന്നതോടെ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.